ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, ഇനി തിരിച്ചു പോകുന്നില്ലേ, ഇനി പണി നിർത്തിയോ, അതോ എന്താണ് എൻ്റെ അവസ്ഥ, ഈ ഇപ്പോൾ വീട്ടിൽ തന്നെയാണല്ലോ എന്നിട്ടോ നല്ലൊരു മറുപടി എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. 100% ആൾക്കാർ ഇതുപോലെ ചിന്തിക്കുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ ഇതുപോലൊരു എന്താ മൈൻഡിലുണ്ടെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ഇങ്ങനെ ഇടയ്ക്കെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇന്നെ കണ്ടിന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, നീ തിരിച്ചു പോകുന്നില്ലേ, അല്ലെങ്കിൽ നീ വന്നിട്ട് കുറച്ച് മാസമായില്ലേ, എന്തുകൊണ്ടാണ് ഇനി ഇപ്പോഴും നാട്ടിൽ നിൽക്കുന്നത്, എന്തുകൊണ്ട് കയറാത്തതെന്നുള്ള പലവർക്കും ചിന്തയുണ്ടാവും. എനിക്ക് 2 വർഷത്തിൽ 2 മാസമാണ് ലീവ് ഉള്ളത്. അതായത് 24 മാസം പണിയെടുത്തിട്ട് അതിൽ 2 മാസം എനിക്ക് വെക്കേഷൻ ഉള്ളത്. 2 മാസം എന്ന് പറഞ്ഞാൽ 60 ദിവസം കേട്ടോ. ഏകദേശം ഞാൻ വന്നിട്ട് ഇന്നേക്കൊക്കെ 2 മാസം 20 ദിവസമായിട്ടുണ്ടാവും. ഞാൻ 25-ാം തീയതിയാണ് വന്നത്. അപ്പോൾ 2 മാസം 20 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ കറൻ്റ്ലി എനിക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിന്ന് കിട്ടും, അല്ലെങ്കിൽ കറക്റ്റ് 2 മാസം കഴിഞ്ഞ ഉടനെ ഞാൻ പോയിട്ടുണ്ടാവുമായിരുന്നു. ഈ വീഡിയോയിൽ പറയാണ്ട് പലർക്കും അറിയാൻ ചാൻസ് ഉണ്ട് എന്താണ് കാരണം എന്നിട്ടോ. പക്ഷേ എങ്കിൽ ഞാൻ പറയാം നിങ്ങളോട്. ഒന്നാമത് ഇഷ്യൂ എന്ന് വെച്ചാൽ ടിക്കറ്റിൻ്റെയാണ്. ടിക്കറ്റ് ഇപ്പോൾ നിലവിലെ അവസ്ഥ എന്ന് വെച്ചാൽ ഡബിൾക്ക് ഡബിളാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഇപ്പോൾ ഒരു 20,000 ടിക്കറ്റിലുള്ളത് 60,000ആണ്. ചുരുങ്ങിയത് നമുക്ക് കുവൈത്തിലാണ് ഞാൻ പോകുന്നത്. കുവൈത്തിലാണ് ഉള്ളത്. കുവൈത്ത് ഇഷ്യൂ എല്ലാവർക്കും അറിയാം. കുവൈത്തിൽ ഇപ്പോഴും ഡയറക്റ്റ് ഫ്ലൈറ്റ് ഓപ്പൺ ആയിട്ടില്ല. അവിടെ എന്താ പറയുക, എയർപോർട്ടും കാര്യങ്ങളൊക്കെ ക്ലോസ്ഡാണ് ഇപ്പോഴും നിലവിലും. പിന്നെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ സൗദി വഴി പോകണം. സൗദി വഴി പോകുമ്പോൾ വിസ കാര്യങ്ങളൊക്കെ വേറെ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ 80,000 70,000 ടിക്കറ്റ് റേറ്റ് ഉണ്ട്. ആ ഒരു ടിക്കറ്റ് എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം 2 മാസത്തോളം സാലറി വേണം. അപ്പോൾ ആ ഒരു പൈസ ഒപ്പിച്ച് ഇപ്പോൾ പോകാമെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്, കുറയോ ഇല്ലയോ നോക്കാൻ വേണ്ടി. പിന്നെ അത് ഒപ്പിച്ച് പോയാൽ അവിടെ എത്രത്തോളം ബെറ്ററാണെന്ന് അറിയില്ല. പിന്നെ അത് വീട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ 2 മാസമൊക്കെ ഞാൻ വീണ്ടും പണിയെടുക്കണം. അതൊരു നമ്മൾ ഏകദേശം ഒരു 20,000 18,000 15,000 ടിക്കറ്റ് എടുത്ത് പോയോടത്ത് ഈ ഒരു എമൗണ്ട് കാണുമ്പോൾ ആരാണെങ്കിൽ ഒന്ന് പതറിപ്പോവും. കാരണം എത്രയും സാലറി ഇല്ലാത്തവർ കുറച്ചൊരു എഡിങ്ങറാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിന്ന്. പക്ഷേ ഇപ്പോൾ ഇത് 2 മാസം 2 മാസം കഴിഞ്ഞ് 3-ാം മാസമായി തുടങ്ങി. 5 ദിവസം കൂടി കഴിഞ്ഞാൽ 3-ാമത്തെ മാസമായി. ഇതൊരു കണ്ടി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ GCC എക്സ്പീരിയൻസ് വന്നത് നമ്മളെ കുവൈത്താണ്. ഞാൻ കുവൈത്തിലാണ് ഫസ്റ്റ് ഞാൻ GCCയിൽ പോകുന്നത്. 2 വർഷം ഞാനവിടെ ചിലവാക്കി. ഇപ്പോൾ വെക്കേഷൻ വന്നാണ്, വിസയിൽ വന്നാണ്. അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് പോകാമെന്നുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ ഒരു നമുക്ക് കിട്ടുന്ന സാലറി നമുക്ക് തികയുന്നില്ല, അല്ലെങ്കിൽ ഇത് നമുക്ക് കിട്ടുന്ന റവന്യൂ പോരാന്ന് എനിക്ക് തോന്നി കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് അത്രയും അതിൻ്റെ ഒരു ശതമാനം 2% നമുക്ക് കുറവായിരുന്നു ഇവിടെ കിട്ടിയ സാലറി. പക്ഷേ ഇതിനൊക്കെ 2% കൂടിയിട്ട് നമ്മൾ പോയത്. പക്ഷേ ആ ഒരു സാലറിയും തികയുന്നില്ല. അതായിരുന്നു അവസ്ഥ അവിടെ ചെന്നപ്പോൾ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു യുദ്ധം, ഞാൻ വരുന്ന സമയത്ത് യുദ്ധമില്ല, ഇപ്പോൾ വന്നതിന് ശേഷമാണ് യുദ്ധം വന്നത്. എന്തുകൊണ്ട് കുടുങ്ങിപ്പോയൊരവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആരോ എന്നോ എവിടെയോ പറഞ്ഞ പോലെ ഇത്രയും കുടുങ്ങിയൊരു ജന്മം, അല്ലെങ്കിൽ ഇത്രയും കുടുങ്ങിയ ഒരാൾ വേറെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ അതൊരു അവസ്ഥയിലാണ്. കാരണം ഞാൻ വരുന്ന സമയത്ത് ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു സംഭവമില്ല. കാരണം അന്ന് ഉണ്ടായിരുന്നത് ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ചെയ്യുന്നത്. അതും നമുക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അന്ന്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. പിന്നെയാണ് ഈ ഒരു സംഭവം അമേരിക്കയും ഇസ്രായേലും ഇറാനും കൂടിയുള്ള സംഭവം തുടങ്ങി കേട്ടോ. ഇവിടെ വന്ന് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. ഇപ്പം അത് മൊത്തത്തിൽ പൊടി പൂരായി, ലോക്കായി മൊത്തം എല്ലാ രാജ്യങ്ങളും. അതിലേറ്റവും കൂടുതൽ ലോക്കായത് കുവൈത്തും. ഇപ്പോൾ നാട്ടിൽ വന്നവർ ചിലവർ അനുഭവങ്ങൾ ഞാൻ കേട്ട്, ചിലവരോട് തിരിച്ച് ഇപ്പോൾ തന്നെ ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ ഉള്ളവർക്ക് തന്നെ പണിയില്ല എന്നുള്ള രീതിയിലാണ് പല കമ്പനികളും എടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മളെ കമ്പനി ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. അവർ എനിക്ക് വിളിച്ച് എന്നാ വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പല കമ്പനിയും ജോലിക്കാരെ കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിൽ പോയവരോട് തിരിച്ച് ഇപ്പോൾ തന്നെ വരണ്ടാന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പലവരും കേട്ടിട്ടോ. പക്ഷേ നമ്മളത് അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. കമ്പനി വിളിച്ച് ചോദിച്ചു എന്നാ വരുന്നതെന്ന് കേട്ടോ. ഒരു കമ്പനിയെയും ഒരു വ്യക്തിനെയും കുറ്റം പറയാനൊന്നല്ല കേട്ടോ. കാരണം അതാണ് അവസ്ഥ. നമുക്ക് അവിടെയും ആരും പൈസ ഇറക്കുന്നില്ല, സാധനം വാങ്ങുന്നില്ല, ഇവിടുന്ന് അങ്ങോട്ട് കയറുന്നില്ല, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നില്ല. അതാവുമ്പോൾ സത്യം പറഞ്ഞാൽ കച്ചവടം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോലിക്കാർക്ക് സാലറി കൊടുക്കാർക്കും ഉണ്ടാവില്ല. അപ്പോൾ നിലവിലെ അവസ്ഥ അതാ. അപ്പോൾ പലരും ചോദിക്കും നാട്ടിലൊക്കെ പണിക്ക് പോയിക്കൂടെ എന്ന്. അവിടെ ഒരു പണിയെടുക്കുന്ന ഒരാൾ നാട്ടിൽ പണിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു മാസത്തിന് വേണ്ടിയിട്ടൊക്കെ പണി കിട്ടുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും സത്യം പറഞ്ഞാൽ 2 മാസം 1 മാസം വെക്കേഷൻ വന്നവന് ഇപ്പോൾ 3, 4, 5 മാസമായിട്ട് നാട്ടിൽ നിൽക്കുന്നവരുണ്ട്. ഇപ്പോഴും എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, മാക്സിമം നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടോ, നിങ്ങളെ വരുമാനത്തിൻ്റെ ഏകദേശം ഒരു 20% നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം കേട്ടോ. എപ്പോഴും ഇങ്ങനത്തെ ഇൻസിഡൻറ്റ് എപ്പോഴും സംഭവിക്കുക. ലോകത്ത് എന്ത് മാറ്റങ്ങൾ സംഭവിക്കാം. നമുക്കൊരു ഇതെല്ലാം പോട്ടെ, യുദ്ധം കാര്യങ്ങളൊക്കെ പോട്ടെ, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹോസ്പിറ്റൽ ചിലവിന് എത്ര പൈസ വരും ചിന്തിച്ച് നോക്കിയാൽ. അപ്പോൾ നമുക്ക് പലരും ഇപ്പോൾ ഇന്ത്യ ഒരു അവസ്ഥ ആണെങ്കിലും
ഈ കാണുന്നൊരവസ്ഥയാണ് പലൊരവസ്ഥ തന്നെയാണ്. നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, ചിലപ്പോൾ നല്ല സാലറിക്ക് അധ്വാനിക്കുന്നുണ്ടാവും. പക്ഷെ അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിങ്ങനെ അല്ലെങ്കിൽ ആ സാലറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, ഒരു സേവിങ് ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം നമ്മളെ വരുമാനത്തിൻ്റെ 20% എപ്പോഴും സേവ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു അക്കൗണ്ട് ബാലൻസ് ഉണ്ടാക്കിയിടുക. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ പലരും ബുദ്ധിമുട്ടും കേട്ടോ. ഇത്രയും അധികം പ്രശ്നം ഉണ്ടായിട്ടും ആരോ പറഞ്ഞ പോലെ നമുക്ക് കാത്തു വെച്ചത് എന്തോ അത് നല്ലതാണെങ്കിൽ സമയമാകുമ്പോൾ നമ്മളേക്ക് എത്തും എന്നൊക്കെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്, പഴഞ്ചൊല്ല് പോലെ. അപ്പോൾ അതുപോലൊരു സാധനം എനിക്ക് ഈ ഒരു യുദ്ധം കൊണ്ട് ഈ 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ നിന്നിട്ട് ഇപ്പോൾ നിലവിൽ എനിക്കൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. അത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലെങ്കിൽ അതൊരു എനിക്കൊരു ബെറ്റർ ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. അത് എന്താണ്, ഏതാണ്, എങ്ങനെയാണ്, ഏത് ലെവലിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. തുടർന്ന് നമ്മളെ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഷെയർ ചെയ്തിട്ട്. ഞാൻ കുവൈത്തിൽ നിന്ന് വന്ന് ഇപ്പോൾ 2 മാസം വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും നാട്ടിൽ നിൽക്കുകയാണ്. എന്തായിരുന്നു അവസ്ഥ എന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതെന്നാണ്. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റൊക്കെ ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.